നമുക്ക് യൂണിവേഴ്സിന്റെ എന്താണ് നിങ്ങളെ പറ്റി യൂണിവേഴ്സ് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എനർജിയിലാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്, നിങ്ങളിപ്പം കുറെ പേരൊക്കെ ഓരോ എനർജിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന ആൾക്കാർ ഇന്ന എനർജിയിലാണ്, ഇന്ന ആൾക്കാർ ഇന്ന എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ചിലപ്പം ഒരു സ്മൂത്ത് ആയിട്ട് പോയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്നൊക്കെ റിലേഷൻഷിപ്പ് അങ്ങനെ കൊളാപ്സ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമൊന്നും കാണത്തില്ല നേരത്തെ, പക്ഷെ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു ടവർ പോലെ ഒരു ക്രിയേറ്റ് ആയി പെട്ടെന്ന് അത് ഇല്ലാതാവും. അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, എല്ലാം അവസാനിച്ചു പോയി, ഇനി നമുക്ക് പുതിയ തുടക്കങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ആ ഒരു പഴയ കാര്യത്തെ ചേസ് ചെയ്യും. ഹൊറോസ്കോപ്പി പറഞ്ഞ മാതിരി പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, പഴയ കാര്യങ്ങളെ പറ്റി നോക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പൊ ഇതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. ഈ പഴയ എനർജി പോയെങ്കിലേ പുതിയ എനർജി വന്ന് നമ്മളിലേക്ക് അടുക്കുകയുള്ളൂ. അപ്പം ഈ കിങ് ഓഫ് കപ്സിന്റെ കാർഡ് ഫസ്റ്റ് വന്നതും ടവറിന്റെ കാർഡും അത് തന്നെയാണ് പറഞ്ഞത്. കിങ് ഓഫ് കപ്പിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണലി ബാലൻസ്ഡ് ആയ ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, പക്ഷെ ഇമോഷണലി പെട്ടെന്ന് ബാലൻസ് ചെയ്യുന്ന ഒരാളാണ്. പലരും അങ്ങനെ ജീവിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷെ അത് കുറെ കാലം മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സായി കരുതിയിട്ട് തന്നെ നിങ്ങളിലേക്ക് നല്ല എനർജി, നല്ല റിലേഷൻഷിപ്പോ നല്ല വ്യക്തികളെയോ ഒക്കെ കൊണ്ടെടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ സ്പ്രെഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നല്ല വഴി ഏതാണ് അത് തുറന്നുകൊണ്ട് പോകാൻ നമുക്ക് കഴിയും. അപ്പം ഒന്നാമത്തെ കാർഡ് പറഞ്ഞ ജീവിത സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എങ്കിലും ഈ സ്നേഹബന്ധത്തെയും ഈ ബന്ധങ്ങളെയും ബാലൻസ് ചെയ്യുന്ന ഒരു കാർഡ് എനർജിയാണ് കിങ് ഓഫ് കപ്പ് എന്ന എനർജിയിലൂടെ നമ്മൾ കാണുന്നത്. അടുത്ത കാർഡ് ജഡ്ജ്മെന്റ് എന്ന കാർഡാണ്. ജഡ്ജ്മെന്റ് എന്ന കാർഡ് പറയുന്നത് ഒരു നീതി, നിങ്ങൾക്ക് ഇത്രയും നാളും ഒരു നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഇനി ഒരു നീതി വരാൻ പോകുന്നു എന്നാണ്. അപ്പൊ ഈ ബന്ധത്തിലൊരു റിലേഷൻഷിപ്പിൽ ഒരു നീതി വരാൻ പോകുന്നു. ചിലപ്പം കാലാനുസൃതമായി നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരൊക്കെ ആയിരിക്കും, വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ ഒരു നീതി വരുന്നതായിട്ടാണ് ഈ സ്പ്രെഡിൽ പറഞ്ഞിരുന്നത്. മൂന്നാമത്തത് സിക്സ് ഓഫ് കപ്പാണ്. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പുതിയ എനർജി കടന്നു വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പാസ്റ്റിൽ സ്റ്റക്ക് ആയിക്കൊണ്ടിരുന്ന ഇപ്പൊ ഒരു പഴയ വീട്ടിലിരുന്ന് പുതിയ വീട് ഇങ്ങനെ റീബിൽഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മളത് പണി തുടങ്ങിയാൽ മാത്രമേ അത് പുതിയ റീബിൽഡിങ് ആവത്തുള്ളൂ, പുതിയ ബിൽഡിങ് വരത്തുള്ളൂ അവിടെ. അതുപോലെ നിങ്ങൾ ഈ പഴയ എനർജികളെയൊക്കെ ഉപേക്ഷിക്കണം. ഇപ്പൊ നെക്സ്റ്റ് ഫോർ ഓഫ് കപ്പിന്റെ കാർഡും അങ്ങനെയാണ്. പഴയതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ ഓർത്ത് ഒത്തിരി വിഷമിക്കാതെ നിങ്ങൾ പുതിയതിനെ കടന്നു വരാൻ അനുവദിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പഴയ എനർജിയൊക്കെ മാറ്റി വെച്ച് അതിനെയൊക്കെ ചേസ് ചെയ്യരുത് ഒരിക്കലും. ആ ബന്ധം പോയെങ്കിൽ പോട്ടെ, നമ്മൾക്ക് നല്ലതല്ല അതിൽ കൂടെ കിട്ടുന്ന റിസൾട്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിനെ തെറ്റിച്ച് കളഞ്ഞത്. അപ്പം അടുത്തത് നല്ലൊരു ഒരു വ്യക്തിയോ ഒരു സഹായമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് ഒരാളോ ഒക്കെ വരാനുള്ള ചാൻസ് ആണ് ഈ ടു ഓഫ് കപ്പ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പഴയ എനർജി കളയുമ്പോൾ ഈ പുതിയ എനർജി നിങ്ങളിലേക്ക് വന്നെടുക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ സ്പ്രെഡിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ എനർജി വരണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത് നമ്മളിലേക്ക് വന്നെടുക്കത്തുള്ളൂ. അല്ലാതെ പോയത് നമുക്ക് കൊള്ളത്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്ന ദ ടവർ എന്ന കാർഡാണ്. ദ ടവർ എന്ന കാർഡ് പറയുന്നത് എല്ലാം തകർന്ന് തരിപ്പണമാവുന്ന, അത് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി പ്രതീക്ഷിക്കാതെ ഒരു ദിവസം എല്ലാം ഒരു ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, അതങ്ങ് വലിയതായിട്ട് നമ്മൾക്കെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ടവർ എന്ന സിറ്റുവേഷനിലൂടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന. അപ്പം ഇവിടെ ടവർ എന്ന സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെ ഒരിക്കലും
ആം, തകർത്ത് കളയുവല്ല, നിങ്ങളെ ഒരു പുതിയ എനർജിയിലേക്ക് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടവർ എന്ന കാർഡ് കണ്ടിട്ട് ഭയപ്പെടാതെ ഈ എനർജിയിൽ നിന്ന് മാറിപ്പോവുക. പഴയതിനെയൊക്കെ നിങ്ങൾ മറക്കുക. പുതിയ എനർജി സ്വീകരിക്കുക. നിങ്ങൾ യൂണിവേഴ്സ് നടത്തുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കുക. പഴയ എനർജി ആണെങ്കിൽ അതിനെ ചേസ് ചെയ്യാതിരിക്കുക, അതിന്റെ പുറകിന് പോയിരിക്കുക. നിങ്ങൾ അതിനെ പിന്നെ കൂട്ടിച്ചേർക്കാൻ പോവരുത്. പോയവർ പോയ വഴിക്ക് പൊയ്ക്കോട്ടെ. പോയവരെ നമ്മൾ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നൊരു എനർജിയിൽ നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ സ്പ്രെഡിലൂടെ കാണിച്ചു തരുന്നത്. അതിനാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടവർ സിറ്റുവേഷൻ മാറി, ആ ടവർ സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നീട് നിങ്ങളിലേക്ക് വരുന്ന എനർജി നല്ല എനർജി ആയിരിക്കും. നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയതെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.